ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയിൽ. അങ്ങനെ ആരോ പിടിച്ച് ചട്ടിയിലാക്കിയ കുറച്ച് ചെമ്മീനുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ഫ്രൈ ആക്കാം. അപ്പോൾ വെൽക്കം ടു അഡ്ല വ്ളോഗ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തൊരു കേരള സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലിറ്റിൽ ഏഷ്യ. അവിടെ നിന്ന് ഫ്രഷായിട്ട് വാങ്ങിയിട്ട് വന്ന കൊഞ്ചാണിത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് ഞാനതിനെ ഫ്രൈ ആക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ പ്രഷറിനകത്ത് ചതച്ചെടുക്കും. അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ സീ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിൽ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കറിവേപ്പിലയായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നല്ലൊരു മണം വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നൊരു കാര്യമുണ്ട്, ചിലർ ഇതിൻ്റെ തല എടുക്കാറില്ല. ഞാൻ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ തല കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർ പറയും ഇത് കഴിച്ച് കഴിഞ്ഞാൽ വയറിന് കുഴപ്പമുണ്ടാവും എന്നൊക്കെ. പക്ഷേ എനിക്കിതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. ടേസ്റ്റി യമ്മി നമ്മുടെ കൊഞ്ച് ഫ്രൈ ആയിരുന്നു. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും മിക്സ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.